പ്രവർത്തിച്ചുകൊണ്ടോ ദിവസം രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫാലിയസ് നരിമാൻ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഫ്താറിന് ശേഷമുള്ള മീറ്റിംഗ്. അപ്പോൾ പറയുന്നു ഹീ ഗോസ് ടു ചർച്ച് എവറി ഡേ. അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ജഡ്ജ് ആൻഡ് ഹി ഡിഡ് ആസ് ഹി വാസ് എ ജഡ്ജ്. ജഡ്ജി ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാൻ പറഞ്ഞു അന്ന് 2 പ്രാവശ്യം പോയിരുന്നു. പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെയും പോയിരുന്നു, വൈകിട്ടും പോയിരുന്നു. 2 ദീപാവലി പങ്കെടുത്തിട്ടുള്ള എത്രയോ ദിവസമുണ്ട്. 3 ദീപാവലി പങ്കെടുത്തിട്ടുള്ള ധാരാളം ദിവസമുണ്ട്. 4 ദീപാവലി പങ്കെടുത്തിട്ടുള്ള ദിവസമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അത് ഞാൻ ഓസ്ട്രേലിയയിൽ എൻ്റെ മകളുടെ അടുത്ത് പോയ സമയത്തായിരുന്നു. അവിടെ ഒരു ആശ്രമ ദേവാലയത്തിൽ രാവിലെ മുതൽ കുർബാനകളുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമാണ് എനിക്ക് തുടർച്ചയായിട്ട് ദീപാവലി പങ്കെടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോയെന്നുള്ള അങ്ങനെ ഒരു കുർബാനയ്ക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വലിയ സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റിൽ യു ഫൗണ്ട് ടൈം എന്ന് വെച്ചു. എന്നിട്ടും ഇതിനൊക്കെ സമയം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ 1000-ൽ കൂടുതൽ വിധികൾ എഴുതിയിട്ടുള്ള 10 പേരിൽ ഒരാളായി ഞാൻ മാറി. അപ്പം അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു, വേർ ഡിഡ് യു ഗെറ്റ് ടൈം. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിന് വേണ്ടി സമയം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരിക്കൽ പോലും ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ജ്ഞാനം തിരിച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് അധ്വാനം മതി, കൂടുതൽ കൃപ അതിലൂടെ കിട്ടി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു കുറവും വരുത്താതെ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഔദ്യോഗിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു കുറവും വരുത്താതെ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഞാൻ മക്കളോട് തന്നെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നമ്മൾ പരീക്ഷയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ ഈശോയുടെ അടുത്ത് പോയി ആ ദിവ്യബലിയെ സംബന്ധിച്ചുകൊണ്ട് മാത്രം സംബന്ധിക്കാതെ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ല. നേരെ മറിച്ച് നമ്മൾ അധ്വാനിച്ചു. ആ അധ്വാനത്തിന് പ്രതിഫലമായിട്ട് കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ജ്ഞാനം ഞങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ മക്കൾക്കാണ് ഞാൻ കൂടുതൽ മാർക്ക് കിട്ടുന്നത് കണ്ടിട്ടുള്ളത്. പള്ളിയിൽ പോകാതിരുന്ന് ആ സമയം കൂടെ കൂടി പഠിച്ചിട്ടുള്ളവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരും പലരും പല പരീക്ഷകളുടെ സമയത്തും ദേവാലയത്തിൽ പോകുന്ന സമയത്താണ് കൂടുതൽ പഠിക്കുക. കാരണം രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ ഒരു താരതമ്യപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു ആശയം വ്യക്തമാകാൻ വേണ്ടി ഞാൻ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നിറവ് അവിടെ നിന്നാണ്. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തുമാത്രം ഞാൻ പഠിച്ചാലും പഠിച്ചത് ഓർമ്മിക്കാൻ കഴിയില്ല എന്നൊരു വലിയ കാര്യമുണ്ട്. ഒരു കാര്യമില്ല. എന്തുമാത്രം ഞാൻ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിലും ആ തയ്യാറെടുത്തതിനെ എനിക്കത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നൊരു പ്രയോജനമുണ്ട്. ഇത് പ്രയോഗിക്കാനുള്ള ശക്തി തരുന്നതാണ് പരിശുദ്ധാത്മാവാണ്. പ്രയോഗിക്കാനുള്ള ശക്തി തരുന്നതാണ് കർത്താവാണ്. അപ്പോൾ ആ കർത്താവിനോട് കൊടുക്കേണ്ട സമയവും കർത്താവിന് കൊടുക്കേണ്ട ആ ഒരു വാത്സല്യവും, നമുക്ക് വാത്സല്യം കിട്ടണമെങ്കിൽ വാത്സല്യം അങ്ങോട്ടും കൊടുക്കണം. ആ സ്നേഹവും സൗഹൃദവും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഈശോയെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഈശോയെ ബഹുമാനിക്കുക, ഈശോയെ ആരാധിക്കുക എന്നുള്ളതാണ്. തിരിച്ച് ഈശോയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശോയെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ അടയാളം എന്താ? സ്നേഹത്തിൻ്റെ അടയാളം എന്നുള്ളത് സാന്നിധ്യമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടൊരു കാര്യമില്ല, സ്നേഹിതനെ അടുത്ത് കാണാൻ കഴിയണം. അപ്പോൾ ആ ഒരു സ്നേഹം സാന്നിധ്യത്തിലൂടെയും സാമീപ്യത്തിലൂടെയും പ്രകടമാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കൽ പോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം അതിൻ്റെ പേരിൽ എനിക്ക് ഒരു കുറവും ഒരിക്കലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിറവും